ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് തേങ്ങയൊന്നും അരക്കാത്ത വെറും 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടുള്ളൊരു മോരുകറിയാണ്. മോരുകറി, മോര് കാച്ചിയത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തൈരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ട തൈരായതുകൊണ്ട് തന്നെ ഞാൻ അതൊരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. തൈര് അല്ലെങ്കിൽ മോര് എന്തായാലും എടുക്കാം കേട്ടോ. ഞാൻ ഈ തൈര് കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈരാണ് എടുക്കുന്നെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് അല്ല 1 കപ്പോളം തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മോരുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ മോരുകറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കാം. അലൂമിനിയത്തിൽ ഉണ്ടാക്കണ്ട കേട്ടോ. അലൂമിനിയത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിതാ മൺചട്ടിയിൽ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോര് കറി നല്ലതാണ് കേട്ടോ. നമുക്ക് വയറിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ കഴിക്കാൻ നല്ലതാണ്. കാരണം ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കായപ്പൊടി അതൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഒരു ഫ്ലേവറിന് മതി. അതിനുശേഷം ഒരു 2 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഉള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയില്ലേ, വലിയ ഉള്ളി, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ചെറുതായി കട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇവിടെ കുഞ്ഞുള്ളി കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ വലിയ ഉള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉള്ളിയെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. കായപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. വേറെ പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ. ഞാനിതാ ജസ്റ്റ് ഒന്ന് മിക്സാക്കി അപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ തിളക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഓഫ് ചെയ്തു. വല്ല സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. സ്റ്റീൽ പാത്രം അങ്ങനെ പെട്ടെന്നൊന്നും തിള വരുമല്ലോ. ചട്ടി പക്ഷേ ഓൾറെഡി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളക്കും. അധികം തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ കേട്ടോ. ഇപ്പോൾ ചെറിയൊരു വെള്ളയും മഞ്ഞയും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ കളർ തന്നെ വന്നോളും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ളൊരു മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കാം. തേങ്ങ അരക്കുന്നതാണെങ്കിൽ തേങ്ങയും തൈരും അതുപോലെ പച്ചമുളകും വേണമെങ്കിൽ ജീരകമൊക്കെ കൂടിയിട്ട് അരച്ചാൽ മതി. ഇതിപ്പോൾ തേങ്ങയൊന്നും അരക്കാണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി മോര് കറിയാണ്. തൈരൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയല്ലേ. പിന്നെ എന്താ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ലേ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു രീതിയിലാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്